ഇന്ന് ഞാനൊരു രോഗിക്ക് കുർബാനയ്ക്ക് കൊടുക്കാൻ കുമ്പസാരിപ്പിക്കാനായിട്ട് ചെന്നു വീട്ടില്ല. പക്ഷെ അദ്ദേഹം പറയുകയാണ്, എനിക്ക് കുമ്പസാരിക്കണ്ട, എനിക്ക് കുർബാനയെ സ്വീകരിക്കണ്ട. ദൈവത്തെ നിഷേധിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ദൈവത്തെ തള്ളി പറയുകയാണ്. മരണസമയത്ത് പോലും വയ്യാതെ കിടക്കുമ്പോൾ പോലും ആ മനുഷ്യൻ ദൈവത്തെ നിഷേധിച്ച് പറയുകയാണ്. അദ്ദേഹം പറയുന്ന കാരണങ്ങൾ സഭയിൽ നിന്നുണ്ടായ ചില പ്രതികൂലമായിട്ടുള്ള അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെയാണ്. എന്താണെന്ന് വ്യക്തമാക്കിയില്ല. പക്ഷേ ചില ഇന്ന കാരണങ്ങൾ കൊണ്ട് ഫ്രാങ്കോ പിതാവിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ ചില തെറ്റിദ്ധാരണകളായിരിക്കാം, ഒരുപക്ഷെ ചില വിഷമങ്ങളായിരിക്കാം. ഇതുകൊണ്ടെല്ലാം അദ്ദേഹത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്താൽ ഒരു ആ വ്യക്തി മാത്രമാണ് നശിച്ചു പോകുക. പക്ഷെ വൈദികൻ ഒരു നിന്ദനത്തിന് കാരണമായാൽ, അവഹേളനത്തിന് കാരണമായാൽ കൂടെ പോകുന്നത് ഒരു പറ്റം വിശ്വാസികളുടെ വിശ്വാസമാണ്. ഞാനിത് പറഞ്ഞത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഒരു വൈദികൻ വീണ് കഴിഞ്ഞാൽ ഒപ്പം വീഴുന്നത് ആ വൈദികൻ മാത്രമല്ല, ഞങ്ങൾ വൈദികർ വിശുദ്ധിയിൽ, ദൈവസന്നദ്ധിയിൽ നിലനിൽക്കാനായിട്ട് അവരുടെ പതനത്തിൽ പൊട്ടിച്ചിരിക്കാതെ, അവരുടെ വീഴ്ചയിൽ ആഹ്ലാദിക്കാതെ, മാറി നിന്ന് കുറ്റം പറയാനല്ല, അവരുടെ പതനത്തിൽ ഇതെൻ്റെയും കൂടി പതനമാണ്, സഭയുടെയും കൂടി പതനമാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി കരങ്ങൾ കൂപ്പാനായിട്ട് നമുക്ക് സാധിക്കും.